വലിയ ജനാവലിയാണ് ഇപ്പോൾ കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ലീഗ് നേതാക്കൾ എല്ലാവരും തന്നെ കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലും മറ്റ് മലബാറിന്റെ മേഖലകളിലും എല്ലാമുള്ള നേതാക്കളാണ് ഇപ്പോൾ കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മൃതദേഹം പൊതുദർശനത്തിന് ഇപ്പോൾ തന്നെ പാണക്കാട് കൊടപ്പനയ്ക്കൽ വീട്ടിൽ പൊതുദർശനത്തിന് എത്തിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. പ്രശാന്ത് നിലമ്പൂർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഇപ്പോൾ എങ്ങനെയാണ് പാണക്കാട് കൊടപ്പനയ്ക്കൽ വീട്ടിലെ അവസ്ഥ? ജനങ്ങളുടെ പ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. വളരെ ആളുകൾ വളരെ കൂട്ടത്തോടെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇത് വാർത്ത കേട്ട ഉടൻ തന്നെ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്കുള്ള ഒഴുക്ക് ഇപ്പോഴും അതേപോലെ തന്നെ തുടരുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പാണക്കാടും ആ പ്രദേശങ്ങളുമായി ഉള്ളത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട് ജനസമുദ്രമായി മാറിയിരിക്കുന്നു. റോഡ് അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറം റൂട്ടിൽ നിന്നും വേങ്ങരയിലേക്ക് പോകുന്ന വഴിയാണ് പാണക്കാട്ടേക്കുള്ള വഴി. ആ വഴി മുഴുവൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ റോഡിലൂടെ നിറഞ്ഞ് ഒഴുകുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ അവരെ നിയന്ത്രിക്കാൻ പോലീസും പ്രവർത്തകരും മുഖ്യലീഗിന്റെയും മറ്റും പ്രവർത്തകരും വളരെ പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷേ ആളുകൾ കൂട്ടത്തോടെ ഒഴുകുകയാണ്. പലരും വികാരത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് കാണുന്നത്. കുറച്ചു നേരം നടന്നതിന് ശേഷം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പലരും ദൈവത്തെ വിളിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് പാണക്കാട് സമീപത്തിൽ കാണുന്നത്. വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പലരും അങ്ങോട്ട് അടുക്കുന്നത്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന രാഷ്ട്രീയത്തിനൊപ്പം എല്ലാവരുമായും വ്യക്തിപരമായി പോലും ഏത് സാധാരണ പ്രവർത്തനങ്ങളുമായി പോലും ബന്ധം സൂക്ഷിക്കുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാതെ മലപ്പുറത്തെ മുഴുവൻ ആളുകളും അതുപോലെ തന്നെ തൊട്ടടുത്ത ജില്ലയായ പാലക്കാട് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ദൂരെ ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അവർ കൂടി എത്തുന്നതോടെ മലപ്പുറവും പാണക്കാടും ആർക്കും നീങ്ങുന്ന കഴിയാത്ത തരത്തിലുള്ള ജനസാഗരത്തിലായിരിക്കും സാക്ഷ്യം വഹിക്കുക. ജനാധിപത്യ മതേതര മുന്നേറ്റങ്ങൾക്ക് നിലകൊണ്ട നേതാവായിരുന്നു പാണക്കാട് തങ്ങളെന്ന് മുഖ്യമന്ത്രി വിജയൻ സംസ്ഥാനത്തിന് അനുസ്മരിച്ചു. മതേതര കേരളത്തിലുണ്ടായ കനത്ത ആഘാതമാണ് പാണക്കാട് തങ്ങളുടെ വിയോഗമെന്ന് സംസ്ഥാനത്തെ വിവിധ നേതാക്കൾ അനുസ്മരിച്ചു. മതേതര കേരളത്തിന് ഏറ്റവും കനത്ത ആഘാതമാണ് ഈ ഭരണം. കേരളത്തെ മുഴുവൻ ആദരവോട് നോക്കുന്ന ഒരു പേരാണ് ശിഹാബ് തങ്ങളുടെ. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വാത്സല്യത്തോടെ നോക്കിക്കാണുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഒരേക്ക് പറഞ്ഞ് ഏത് രാഷ്ട്രീയ സംഘർഷങ്ങളിലും തീരുമാനത്തിലെത്താൻ എന്നും അദ്ദേഹത്തിന്റെ നന്മയും അദ്ദേഹത്തിന്റെ കഴിവുകളും ഉപദേശങ്ങളും UDF സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓർക്കുകയാണ്. നിർണായകമായ പല സംഭവങ്ങളും കേരളത്തിൽ UDF ഉണ്ടായ കാലഘട്ടങ്ങളിലെല്ലാം ആത്മധൈര്യം കേരളത്തിലെ 2 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ആത്മീയമായ ആ ചൈതന്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ അർത്ഥത്തിനും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സേവനം എന്താണ് സാധാരണ കാര്യം